ഇനി ഞാൻ എൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്താം. എൻ്റെ ഭാര്യ ബിജി. എനിക്ക് 3 മക്കളാണുള്ളത്. ഏറ്റവും മൂത്ത ആൾ അശ്വതി. അവൾ ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ളവളാണ്. പിന്നെ ഏറ്റവും ഇളയ ആൾ അർജുൻ. ഇവൻ ഇപ്പോൾ ആദ്യം പിന്നെ ചാന്തുപൊട്ട് അല്ല ആയത്തപ്പെടാതാണ് എൻ്റെ ചാന്തുപൊട്ടിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ അതിനുശേഷം അവൻ കുറേ ആടുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ആണ്ടവൻ എന്ന് പറഞ്ഞ സിനിമയിൽ മണിയുടെ എടുത്തു വളർത്തുന്നൊരു കുട്ടിയായിട്ട് അഭിനയിക്കുന്നു. രണ്ടാമത്തെ അവൾ ആരതി. ഇവള് ഡാൻസ് ചെയ്യും. ഞാനിപ്പോൾ ചെയ്യുന്ന മിക്കവാറും പാട്ടുകളിൽ അത് ഡയറക്ടേഴ്സിനെയും മറ്റ് പ്രേക്ഷകരിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് ഞാൻ മിക്കവാറും സന്ദർഭങ്ങളിൽ എൻ്റെ ഭാര്യയെ കേൾപ്പിക്കാറുണ്ട്. ചില പാട്ടുകൾ നല്ലതാണെന്നും മോശമാണെന്നും പറയാറുണ്ട്. അതെനിക്ക് വളരെയധികം സന്ദർഭങ്ങളിൽ ഗുണമായി വന്നിട്ടുണ്ട്. ഈ ക്ലാസ്മേറ്റിൽ തന്നെ അതിലൊരു പാട്ട് സത്യത്തിൽ മാറ്റുവാനുണ്ടായ കാരണം അത് കേട്ട് വൈഫ് മറ്റുള്ള പാട്ടിൻ്റെ അത്ര ആ പാട്ട് വന്നിട്ടില്ല എന്ന ഒറ്റ വാക്കിന് പുറത്താണ് ഞാനത് മാറ്റിയത്. ഡയറക്ടേഴ്സും മറ്റുള്ളവരും ഇഷ്ടപ്പെട്ട തന്നെയായിരുന്നു. പക്ഷേ അത് ഒരുപക്ഷെ ഒരു പ്രേക്ഷകൻ്റെ ഒരു മനസ്സാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനത് മാറ്റി രണ്ടാമത് ചെയ്തു. അങ്ങനെയാണ് കാറ്റാടിത്തണലും എന്ന ഗാനം നിങ്ങൾക്ക് കിട്ടിയത്. കമ്പോസിങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആള് ഭക്ഷണം കഴിക്കലും മറ്റു കാര്യങ്ങളൊന്നും ഓർക്കില്ല. ആകെ വിചാരം ഈ മ്യൂസിക് കമ്പോസിങ് മാത്രമേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ എന്നെയും മക്കളെ പോലും ചിലപ്പോൾ മറന്നു പോകും. എനിക്ക് തോന്നുന്നത് ഇതുപോലെയുള്ള എൻ്റെ ആത്മാർത്ഥതയാണെന്ന് തോന്നുന്നു. അതായത് ഹാർഡ് വർക്ക് ഞാൻ ചെയ്യാറുണ്ട്. ഓരോ പാട്ട് ചെയ്യുമ്പോഴും ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്. ഒരു സന്ദർഭത്തിൽ ഈ തൊമ്മനും മക്കളും അതിൽ നേരിനഴക് എന്നൊരു ഗാനമുണ്ട്. ആ പാട്ടിൻ്റെ ട്യൂൺ അങ്ങനെ ആയിരുന്നില്ല ആദ്യം. അത് നമ്മളുടെ പിള്ളേർ അർജുനാണെന്ന് തോന്നുന്നില്ല എന്ന് അല്ലേ, അർജുൻ കേട്ടിട്ട് പപ്പ ആ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പപ്പ എന്ന് പറഞ്ഞു. ആ ഒറ്റ ഒരു സംഭവത്തിൽ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും എല്ലാം ഇഷ്ടപ്പെട്ട ട്യൂണായിരുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിലെ വരികളെടുത്തിട്ട് രണ്ടാമത് കമ്പോസ് ചെയ്യാണ് ചെയ്തത്. ആ പാട്ടും സൂപ്പർ ഹിറ്റായി. ഏതായാലും എൻ്റെ ഈ പറഞ്ഞ പോലെ ഒരുപാട് എൻ്റെ ലൈഫിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഈ മ്യൂസിക്കിലേക്ക് പോകുമ്പോൾ എല്ലാം മറന്നു പോകുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. പക്ഷേ അതുകൊണ്ട് എനിക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് കിട്ടുന്നത് നല്ല പാട്ടുകളാണ്. ഞാൻ കമ്പോസിങ് ആയിട്ടിരിക്കുമ്പോൾ വീട്ടിലെ കാര്യമൊന്നും എനിക്ക് പേടിക്കേണ്ടതില്ല. എന്താ വെച്ചാൽ എൻ്റെ വൈഫിനെയും പിള്ളേരും നോക്കാനായിട്ട് ആ സന്ദർഭങ്ങളിൽ എപ്പോഴും എൻ്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും ഫുൾ ടൈം അവിടെ ഉണ്ടാവും. എനിക്ക് ഭയങ്കരമായ ആശ്വാസമാണ് കമ്പോസ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ. പിന്നെ എൻ്റെ അമ്മായിയപ്പനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മകൾക്ക് വേണ്ടി ആലോചിക്കുന്ന ചെറുക്കനും സർക്കാർ ഉദ്യോഗസ്ഥനോ അതുപോലെ എന്തെങ്കിലും കമ്പനി ജോലിക്കാരനായിരിക്കും. പുള്ളി ഒരു വയലിനിസ്റ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നു. എന്താണ് രഹസ്യം എന്നുള്ളത് എനിക്ക് മോളെ തന്നെ എന്താ രഹസ്യമെന്ന് അപ്പച്ചൻ പറയും. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, നീ എന്ത് കണ്ടിട്ടാണ് ഇയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, എന്നിലൊരു കലാകാരനുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു റേഡിയോ നാടക നടനാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു 6 മാസം കഴിയുമ്പോൾ എനിക്കൊരു നാടകമൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ എന്നിൽ കുട്ടിക്കാലം മുതലേ ഒരു നാടക ഭ്രാന്ത് സംഗീതമൊക്കെ എന്നിലും അറിയാതെ വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ആ സുഹൃത്തിനോട് പറഞ്ഞത്, അലക്സ് പോൾ എന്ന് പറയുന്ന, ഞങ്ങളെല്ലാം സാജു എന്ന് വിളിക്കുന്ന അലക്സ് പോൾ എന്ന് പറയുന്നയാൾക്ക് ഹാർമോണി വായിക്കാനറിയാം, പിന്നെ കുറേശ്ശെ തബല കൊട്ടാനറിയാം, പിന്നെ ഗിത്താറും വായിക്കും. അപ്പോൾ ആ മേനയുടെ മുൻവശത്ത് വന്നിട്ടും ഒരു ഹാർമോണിപ്പെട്ടി കൊണ്ടുവന്നിട്ടും പാടിക്കഴിഞ്ഞാൽ ഒരു 10-20 രൂപയുടെ കാശ് കിട്ടും. അവർക്ക് കഴിയാനുള്ള കാശ് അന്ന് 20 രൂപ മതി എന്നാണ് ഞാൻ അയാളോട് പറഞ്ഞ മറുപടി. ദൈവം സഹായിച്ച് ഇന്നത്തെ പൊസിഷനിൽ എത്തിയിരിക്കുന്നതിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുന്നു. അത് ദീർഘനാൾ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പെങ്ങള്, ഭർത്താവ്, മോൻ. ഇത് അപ്പച്ചൻ ഉപയോഗിച്ചത് തബലയാണ്. അപ്പച്ചൻ തബല പഠിച്ചതിന് പിന്നിലൊരു കഥയുണ്ട്. ഏറ്റവും ആദ്യം അപ്പച്ചൻ പഠിച്ചത് മൃദംഗമാണ്. കച്ചേരികളിൽ മൃദംഗം വായിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരിക്കൽ സ്റ്റേജിൽ, അപ്പം അന്ന് ഈ ഗാനമേള എന്ന് പറഞ്ഞൊരു രൂപം ഉണ്ടായിരുന്നില്ല. ആ ഒരു കാലത്താണെന്ന് ഓർക്കുക. സ്റ്റേജിൽ അപ്പച്ചൻ ഒരു ഡാൻസിന്, ഭരതനാട്യമാണെന്ന് എനിക്ക് തോന്നുന്നു, മൃദംഗം വായിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു പ്രോഗ്രാം കഴിഞ്ഞു, ഒരു ഡാൻസ് കഴിഞ്ഞു, അതിൻ്റെ ഗ്യാപ്പിൽ ഇതിൽ പങ്കെടുക്കുന്ന ആർട്ടിസ്റ്റുമാർ അനൗൺസ് ചെയ്യണം. അതിന് അപ്പച്ചൻ്റെ പേരൊന്ന് മാറ്റി പറയുന്ന കാര്യം പറഞ്ഞു. അതായത് വേറെ ഒന്നുമല്ല, അപ്പച്ചൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് AM പോൾ എന്നുള്ള പേര് അമ്പലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ
മിക്കവാറും അതുപോലെ തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു, എൻ്റെ പേര് പറയുന്നെങ്കിൽ എൻ്റെ പേര് തന്നെ പറയുക, അതല്ലെങ്കിൽ പേരൊന്നും പറയണമെന്നില്ല. ഇനി അഥവാ ആരെങ്കിലും എൻ്റെ വായന കണ്ടിട്ട് ഇതാരാ വായിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ധൈര്യമായിട്ട് പറഞ്ഞോളൂ, പോൾ എന്ന് തന്നെ പറഞ്ഞോളൂ. അവരെന്നെ തല്ലാൻ വരുന്നവരായിരിക്കില്ല. അങ്ങനെ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം പുള്ളി ഒരു തീരുമാനം എടുത്തു. എല്ലാവരും മുമ്പിൽ വെച്ച് ഈ മൃദംഗം കെട്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മേലാൽ മൃദംഗം തൊടില്ല എന്ന് പറഞ്ഞു. പറയാൻ വളരെ എളുപ്പമായിരുന്നു, പക്ഷേ ഫാദറിന് കൈ വെറുതെ ഇരുന്നില്ല. ശബ്ദം ചെയ്തിക്കൊണ്ട് വായിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ പോലും പുള്ളി അതിനെന്താ ചെയ്യേണ്ട അങ്ങനെ ആലോചിക്കുമ്പോഴാണ് അന്നത്തെ കാലത്ത് കേരളത്തിൽ തബല ആരും ഉപയോഗിച്ചിരുന്നില്ല. ഹിന്ദുസ്ഥാനിൽ നിന്ന് തബല വരുത്തിച്ചതിന് ശേഷം കോഴിക്കോടുള്ള ഒരു ഉസ്താദുണ്ട്, അദ്ദേഹത്തെ വരുത്തിച്ച് വീട്ടിൽ ഇരുത്തി പഠിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടായിരിക്കും എനിക്ക് അതിനോട് താല്പര്യം തോന്നി. അന്നത്തെ ആ കാലഘട്ടത്തിൽ ഞാൻ ടൈം ടേബിൾ വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതായത് 1 മണിക്കൂർ ഗിറ്റാർ, അടുത്ത 1 മണിക്കൂർ ഓർഗൺ, അടുത്ത 1 മണിക്കൂർ തബല, അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ആ ഒരു കാലഘട്ടത്തെ പറ്റി ഓർക്കുമ്പോൾ ഭയങ്കരമായ അനുഭവമാണ്. എൻ്റെ അപ്പൂപ്പനും അമ്മമ്മക്കും 12 മക്കളാണുള്ളത്. 6 ആണ് 6 പെണ്ണ്. അതിൽ ഏറ്റവും മൂത്താണ് എൻ്റെ ഫാദർ. അപ്പച്ചൻ കലാഭവനിലെ മ്യൂസിക് ടീച്ചറായിരുന്നു. ഒരു 15-20 വർഷത്തോളം അവിടെ മ്യൂസിക് ടീച്ചറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. അതുകൂടാണ്ട് ദാസേട്ടൻ്റെ ഗാനമേളയിൽ വലിയ തബല സ്റ്റുഡിയോ ആയിരുന്നു. അപ്പച്ചൻ്റെ അനിയൻ ഗാനമേളയിലെ ഹാർമോണിസ്റ്റായിരുന്നു. അപ്പച്ചന് 4 മക്കൾ. ഏറ്റവും മൂത്തത് ലാല്, രണ്ടാമത്തെ ഞാൻ, എൻ്റെ അമ്മ, അനിയൻ്റെ ഭാര്യ, 2 മക്കളായിരുന്നു. ഞങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ഗാനമേള നടത്താൻ മാഷ് പറഞ്ഞു. അപ്പോൾ കാരണം ഞങ്ങളെല്ലാവരും ഇൻസ്ട്രുമെൻറ്റ്സ് കുറേശ്ശൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ അലക്സ് മാത്രമേ ശരിയായിട്ട് കൈകാര്യം ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഗാനമേള നടത്താമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ തബല, ഹാർമോണിയം ഒക്കെ വെച്ച് പാടാൻ വേണ്ടി എന്നെ സെലക്ട് ചെയ്ത് ഞാൻ ആ സമയത്ത് മുങ്ങിക്കളഞ്ഞു. അവസാനം എന്നെ തപ്പിയെടുത്തിട്ട് വന്ന് ചെയ്ത്. അപ്പോഴും ഈ അലക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആത്മാർത്ഥത്തോടുകൂടി ഈ ഹാർമോണിയം വായിക്കാനും തബല വായിക്കാനും എല്ലാത്തിനും തന്നെ എനിക്ക് അന്നും ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, മ്യൂസിക്കിൻ്റെ രംഗത്ത് അലക്സ് എന്തെങ്കിലുമൊക്കെ ആയിത്തീരുമെന്ന്. എവിടെയും ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും കലാഭവനിലും ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിനും ഇതിന് വലിയ കാര്യമായിട്ടുള്ള ഒരു ഇതാണ് എൻ്റെ സ്വഭാവം. പിന്നെ ആ തൃപ്പൂണിത്തുറ ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ വെളുപ്പിനെ അതിന് വേണ്ടി പഠിക്കാനായിട്ടും ഒക്കത്തിനും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതുപോലെ തന്നെ വലിയ ഇതായിട്ട് തീരുമെന്ന് അപ്പച്ചിക്കും ഭയങ്കര ഇതുണ്ടായി. അപ്പച്ചി മരിക്കണതിന് മുമ്പ് തന്നെ അതവന് കാണാൻ സാധിച്ചു അപ്പച്ചിക്ക്. ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത് എൻ്റെ ഫാദർ തന്നെയാണ്. പക്ഷേ എനിക്കിതുവരെയായിട്ടും എൻ്റെ ഫാദറിനെ ദക്ഷിണ വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു കുറവായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പച്ചൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ICUലാണ്. ലാല് ചേട്ടൻ ഒരാൾക്ക് മാത്രമേ അതിനകത്തിരിക്കാൻ പറ്റുള്ളൂ. ലാല് പുറത്തേക്ക് ഓടി വന്നിട്ട് കരഞ്ഞുകൊണ്ട് എന്നോട് പറയണേടാ, അപ്പോൾ മരിക്കുന്നത് ജസ്റ്റ് മുമ്പുള്ള സമയമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് പറയാടാ, അത് ആ തൊമ്മനും മക്കളുടെ പുണ്യാനുസായിക്ക് എന്നുള്ള ഇത് എന്നോട് പാടാൻ പറഞ്ഞു, അത് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ICU ചെന്നിട്ട് അപ്പോൾ ഞാൻ മരിക്കുന്ന ജസ്റ്റ് സമയത്ത് എനിക്കത് പാടാനുള്ള ഭാഗ്യമുണ്ടായി. എനിക്ക് തോന്നുന്നു എനിക്കപ്പോൾ അതൊരു ഗുരുഷനായിട്ടാണ് എനിക്ക് തോന്നിയത്.